പെരുന്നാൾ ദിവസം പ്രത്യേകമായി സുന്നത്തുള്ള ഒന്നാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നാണ് തക്ബീർ ചൊല്ലാറുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ തക്ബീർ ധ്വനികൾ കൊണ്ട് പെരുന്നാൾ ദിനത്തെ അലങ്കൃതമാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. തക്ബീറുകൾ രണ്ട് രൂപത്തിലാണ് തക്ബീർ ഉള്ളത്. ഒന്ന് മുഖയ്യദായ തക്ബീർ, മറ്റൊന്ന് മുർസലായ തക്ബീർ. മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞാൽ നിസ്കാര ശേഷം എന്ന പ്രത്യേക ഉപാധി ഉള്ളതാണ് മുഖയ്യദായ തക്ബീർ. മുർസലായ തക്ബീർ എന്ന് പറഞ്ഞാൽ ഈ ഉപാധി ഇല്ലാത്തത്, നിസ്കാര ശേഷം എന്ന ഉപാധി ഇല്ലാത്തത്, അതാണ് മുർസലായ തക്ബീർ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഖയ്യദായ തക്ബീർ ഉള്ളത് അത് ബലിപെരുന്നാൾ നിസ്കാരത്തിനാണുള്ളത്. ബലിപെരുന്നാൾ നിസ്കാരത്തിനാണ് മുഖയ്യദായ തക്ബീർ ഉള്ളത്. മുർസലായ തക്ബീർ രണ്ടു പെരുന്നാൾക്കും ഉണ്ട് എന്നാണ് ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, നിഹായത്തു സൈൻ 109 പേജിൽ രേഖപ്പെടുത്തുന്നു, വയുകബ്ബിറു ഫീ ഈദിൽ അദ്ഹ ഖൽഫ സ്വലാത്തിൽ ഫറാഇദി വൻ നവാഫിലി വലൗ ഫായിതതൻ. നഷ്ടപ്പെട്ടു പോയ നിസ്കാരമാണെങ്കിലും സുന്നത്തായ നിസ്കാരങ്ങൾക്ക് പിറകിലും ഫർളായ നിസ്കാരങ്ങൾക്ക് പിറകിലും വലി പെരുന്നാൾക്ക് തക്ബീർ ചൊല്ലണം. വസ്വലാത്തി ജനാസത്തിൻ, മയ്യിത്ത് നിസ്കാരത്തിനു ശേഷവും തക്ബീർ ചൊല്ലണം വലി പെരുന്നാൾക്ക്. മിൻ ഫജ്രി യൗമി അറഫത്ത ഇലൽ ഉറൂബി മിൻ ആഖിരി അയ്യാമിത് തശ്രീഖി സലാസ. 13ാമത്തെ ദുൽഹിജ്ജ 13 അഥവാ അയ്യാമുത് തശ്രീഖിന്റെ അവസാന ദിവസത്തെ സൂര്യാസ്തമയം വരെ നിസ്കാരങ്ങൾക്കു ശേഷം ഉടനെ നിസ്കാരത്തിനു ശേഷം നമ്മളൊക്കെ സാധാരണഗതിയിൽ ചൊല്ലാറുള്ള ദിക്റുകൾക്ക് മുമ്പായി ചൊല്ലണം എന്ന് നിഹായത്തു സൈൻ 109 പേജിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ അറഫാ ദിവസം സുബഹി നിസ്കാരം മുതൽ ദുൽഹിജ്ജ 13 അഥവാ അയ്യാമുത് തശ്രീഖിന്റെ അവസാന ദിവസത്തെ ഉറൂബ് വരെ, അസ്തമയം വരെ എല്ലാ നിസ്കാരങ്ങൾക്കു ശേഷം, അത് ഫർളാവട്ടെ സുന്നത്താവട്ടെ അത് മയ്യിത്ത് നിസ്കാരമാവട്ടെ, ഇതിനൊക്കെ ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അപ്പോൾ ഈ ദിവസങ്ങളിൽ മൊത്തം അദാ ആയി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ എണ്ണം 23 ആയിരിക്കും എന്ന്. ഫജുംലത്തുമാ യുകബ്ബിറു അഖിബഹു മിനൽ മക്തൂബാത്തിൽ മുഅദ്ദാത്തി ഫി ഹാദിഹിൽ അയ്യാമി 23. ഈ ദിവസങ്ങളിൽ മൊത്തമായി തക്ബീർ ചൊല്ലേണ്ടത് ഫർളായ നിസ്കാരങ്ങളിൽ 23 ആയിരിക്കും എന്നും മഹാനായ നിഹായത്തു സൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് മുഖയ്യദായ തക്ബീർ. തുഹ്ഫ 353 മുഗ്നി 1314 ഇത് കാണാം. തുഹ്ഫയെ വിശദീകരിച്ചുകൊണ്ട് ഷെർവാനി രേഖപ്പെടുത്തുന്നുണ്ട്, തക്ബീറുകൾ കൊണ്ടുവരേണ്ടത്, ഈ തക്ബീറുകൾ ചെല്ലേണ്ടത് നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ്. മുഖയ്യദായ തക്ബീർ കൊണ്ടുവരേണ്ടത് നിസ്കാരത്തിന് ശേഷം ഉടനെ തന്നെയാണ്. വഅലൈഹി ഫയുഖദ്ദമു അദ്കാറുസ്സലാത്തി. ഷെർവാനി രേഖപ്പെടുത്തി വെക്കുകയാണ് 351 ഫയുഖദ്ദമു അലാ അദ്കാരിസ്സലാത്തി. നിസ്കാരത്തിന്റെ ദിക്റുകളെക്കാൾ അതിനെ മുന്തിക്കപ്പെടണം. ഫയുഖദ്ദമു അലാ അദ്കാരിസ്സലാത്തി. നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളുടെ മുമ്പ് ആ ദിക്റ് ചൊല്ലണം, ആ തക്ബീർ ചൊല്ലണം എന്ന് ഷെർവാനി രേഖപ്പെടുത്തുന്നു. ഷെർവാനി വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട്, അറഫാ ദിവസത്തെ സുബഹി എന്നുകൊണ്ടുള്ള ഉദ്ദേശം അത് ഫജ്ർ മുതൽ എന്നാണ്. അറഫാ ദിവസത്തെ സുബഹി മുതൽ എന്നാണെന്ന് പറഞ്ഞത്, അതിന്റെ ഉദ്ദേശം ഫജ്ർ മുതൽ എന്നാണ്. അപ്പോൾ അറഫാ ദിവസം സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഒരാൾ വേറൊരു നിസ്കാരം ഖളാ വീട്ടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ ശേഷവും ഈ തക്ബീർ സുന്നത്തുണ്ട് എന്ന് ഷെർവാനി രേഖപ്പെടുത്തുന്നുണ്ട് 353. പിന്നെ
മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെറിയ പെരുന്നാളിന് ഈ മുഖയ്യദായ തക്ബീറുകളില്ല. ചെറിയ പെരുന്നാളിന് മുർസലായ തക്ബീറേ ഉള്ളൂ. അഥവാ ചെറിയ പെരുന്നാളിന് നിസ്കാരങ്ങളുടെ ദിക്റിന്റെ മുമ്പല്ല തക്ബീർ ചൊല്ലേണ്ടത്. അത് ചൊല്ലേണ്ടത് നിസ്കാരങ്ങളിലെ ദിക്റുകൾക്ക് ശേഷമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുർസലായ തക്ബീർ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ തലേ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിൽ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നത് വരെയാണ് മുർസലായ തക്ബീറിന്റെ സമയം. ഇത് ചെറിയ പെരുന്നാൾക്കുമുണ്ട്, വലിയ പെരുന്നാൾക്കും ഈ തക്ബീറുണ്ട്, മുർസലായ തക്ബീറുണ്ട്. പെരുന്നാൾ ദിവസത്തിന്റെ തലേ ദിവസം മുതൽ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെയാണ് മുർസലായ തക്ബീറിന്റെ സമയം. ഒറ്റക്കാണ് ഒരാൾ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്നത് എങ്കിൽ അവൻ എപ്പോഴാണോ തക്ബീർ കെട്ടുന്നത് അപ്പോഴാണ് മുർസലായ തക്ബീർ അവസാനിക്കുക. ഈ തക്ബീർ എല്ലാ സ്ഥലങ്ങളിൽ വെച്ചും വഴിയോരങ്ങളിൽ വെച്ചും അങ്ങാടികളിൽ വെച്ചും ഒക്കെ ഈ തക്ബീർ പതിവാക്കൽ സുന്നത്താണ്. അതിനാണ് മുർസലായ തക്ബീർ എന്ന് പറയുന്നത്. ആ ദിവസം മുഴുവൻ എല്ലാ സമയത്തും പെരുന്നാൾ ദിവസത്തിന്റെ തലേ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ തക്ബീറത്തുൽ ഇഹ്റാം, പെരുന്നാളിന്റെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ ആണ് അതിന്റെ സമയം. ആ സംഗതി പ്രത്യേകം സുന്നത്താണ് തക്ബീറുകൾ വർദ്ധിപ്പിക്കൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരുന്നാളിന്റെ രാവിൽ ദുആ ചെയ്യലും ഇബാദത്തിൽ മുഴുകലും ഒക്കെ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ മുർസലായ തക്ബീറുണ്ട്, മുഖയ്യദായ തക്ബീറുണ്ട്. വലിയ പെരുന്നാൾക്ക് മുഖയ്യദുമുണ്ട്, മുർസലുമുണ്ട്. ചെറിയ പെരുന്നാൾക്ക് മുർസലായ തക്ബീർ മാത്രമേ ഉള്ളൂ. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു നമ്മുടെ ഇൽമു നാഫിയാക്കി തരുമാറാവട്ടെ. ആമീൻ.